കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 2 Corinthians chapter 12 verse 9 and 10. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോട് എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസ് പറയുകയാണ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിലെ പ്രമേയം ഇവിടെ ദൈവവചനം ധ്യാനിക്കുന്ന എല്ലാവർക്കും വളരെ പരിചിതമായ ഭാഗങ്ങളാണ്. പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പ്രാർത്ഥനാന്തരം ദൈവം തന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളും ദൈവം സംസാരിച്ചപ്പോൾ താൻ അനുഭവിക്കുന്ന ദൈവകൃപയെക്കുറിച്ചുമൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ സവിസ്തരം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പനേരം ഈ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ധ്യാനിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. ഒരു കാലത്ത് ദൈവസഭയെ ഉപദ്രവിച്ച ശൗലെന്ന മനുഷ്യൻ ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടു. നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയെല്ലാം കൂടെ 3 ദിവസം കൊണ്ട് പൗലോസ് പ്രാർത്ഥിച്ചു തീർത്തു. സ്തോത്രം. കണ്ണിന് അന്ധത പിടിച്ച് ഇരുട്ടറയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടവനെ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുവാൻ അനന്യാസ് എന്ന ദൈവമനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എനിക്കിവിടെയും സന്ദേശങ്ങൾ പറയാനുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധം കളയാതെ സൂക്ഷിക്കുന്നൊരു ഭക്തൻ ഓർത്തോണം, ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. കർത്താവേ, ഒരു ദൈവനിയോഗം എൻ്റെ മേൽ വരണമേ, ഒരു ദൈവ പദ്ധതി എൻ്റെ മേൽ വരണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ, കാലം ഇച്ചിരി താമസിച്ചാലും നിന്നെ ദൈവം നിശ്ചയമായും ഉപയോഗിച്ചിരിക്കും. സ്തോത്രം. അതുകൊണ്ട് പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ഒരു ദിവസം 100 വട്ടമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പറയും, കർത്താവേ എന്നോട് സംസാരിക്കണമേ. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളല്ല, ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ്. ആ പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, താന് അറബിയിലേക്ക് പോയി എന്ന് അവിടെ വായിക്കും. പോയിരുന്ന് ദൈവകൃപ പ്രാപിക്കുക. സ്തോത്രം. ദൈവകൃപ പ്രാപിച്ച് ഹല്ലേലൂയ തിരിച്ചു മടങ്ങി വന്ന് പൗലോസ് തൻ്റെ ജീവിത അനുഭവം കൊരിന്തിലെ സഭയോട് പറയുമ്പം പറയുക, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നുണ്ട്. പൗലോസാന്ന് പറയുന്നില്ല. 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗം വരെ. ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 2 കൊരിന്ത്യർ 12-ന്റെ 2-ാമത്തെ വാക്യമാണ് കേട്ടോ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഈ ചിലർക്ക് എത്ര വർണ്ണിച്ചാലും തീരാത്ത അനുഭവ സമ്പത്തുള്ളവരുണ്ട്. എന്തുവാ അനുഭവ സമ്പത്ത്? ആരൊക്കെ നീ തകരുമെന്ന് പറഞ്ഞാലും അനുഭവ സമ്പത്തുള്ളവന് കുലുക്കം വരികയില്ല. സ്തോത്രം. കടലിൻ്റെ കരയിൽ, ആറിൻ്റെ കരയിൽ നിൽക്കുന്ന പാറയൊക്കെ പറയും, എത്ര വെള്ളം പൊങ്ങിയാലും എനിക്ക് പേടിയൊന്നുമില്ല, എന്തുമാത്രം വെള്ളം പൊങ്ങിയത് ഞാൻ കണ്ടതാ. പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്താലും നമ്മൾ ഇവിടെ തന്നെ കാണും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലത്തെ മഴ പെയ്തപ്പം കുരുത്തു വന്ന തകരയൊന്നുമല്ല. നാടൻ ഭാഷയിൽ ഇത് തീയിൽ കുരുത്തതാ. ഇത് കുഞ്ഞു വെയിലത്ത് വാടുകയില്ല. പൗലോസ് പറയുക, 14 സംവത്സരം മുമ്പ് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരത്തോടെയാണോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരം കൂടാതെയോ എന്നും അറിയുന്നുമില്ല. ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. എവിടം വരെ പോയി?
പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അവിടെ കേട്ടു. മനുഷ്യർക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത വാക്ക് ഞാൻ അവിടെ കേട്ടു. അനുഭവം പൗലോസ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് താഴോട്ട് പൗലോസ് വരുമ്പം 7-ാമത്തെ വാക്യത്തിൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. ആണോ പൗലോസ് പറയാ, എനിക്ക് ദൈവം വലിയ വെളിപ്പാടാ തന്നെ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് പറ, വെളിപ്പാട് പ്രാപിക്കണമെന്ന് പറ. ചിരിച്ചുകൊണ്ട് പറ, എന്താ പ്രാപിക്കണം? വെളിപ്പാട്. നിന്റെ ജീവിതം മാറാൻ നിനക്കൊരു വെളിപ്പാട് കിട്ടിയാൽ മതി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നീ ഇപ്പം നിന്റെ ഭാവി എന്തുവാന്നൊക്കെ ചിന്തിച്ച് വളരെ ഭാരപ്പെട്ടിരിക്കുക. ഒരൊറ്റ വെളിപ്പാട് കിട്ടിയാൽ മതി, നിന്റെ ജീവിതം മൊത്തം മാറും. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. പറയാ, ഈ വെളിപ്പാടെല്ലാം കൂടെ കിട്ടിയിട്ട് എനിക്ക് തന്നെ തോന്നി അങ്ങ് നിഗളിച്ചു പോകുക. അതുകൊണ്ട് ഈ വെളിപ്പാടുള്ളവരൊക്കെ പെട്ടെന്ന് അഹങ്കാരികളാകാൻ സാധ്യതയുണ്ട്. ഉണ്ടെന്നില്ല. ചിലർക്ക് കണ്ടിട്ടില്ലയോ, എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അനുഗ്രഹം കിട്ടുമ്പോൾ ഭയങ്കര പൊങ്ങച്ചം പറയുന്നവരുണ്ട്. ഇവിടെ ആരുമില്ല വലിയ പൊങ്ങച്ചം. അങ്ങനൊന്നും പറയല്ലോ. നീ ആകുന്നത് കൃപയാല. മിണ്ടുന്നില്ല. നീ കെട്ടിപ്പൊക്കെ വീടാന്ന പൊങ്ങച്ചം. ഒരു ഭൂമി ഉലുക്കം ഉണ്ടായ 5 ലോഡ് ഇഷ്ടിക പോലും കാണുകയില്ല. നിന്റെ ബാങ്ക് ബാലൻസ് ആണോ? ഒറ്റ മിസൈൽ ഇന്ത്യ കേരളത്തിൽ വീണാൽ മതി, നിന്റെ ഇടപാട് തീരും. ഇവിടെ കിട്ടിയോ? ഒരു കൊറോണ എങ്ങാണ്ടൂടെ ഒന്ന് വന്നു പോയതുള്ളൂ. 10 രൂപയുടെ സോപ്പേ തീരുന്ന പരിപാടിയാണ്. പക്ഷെ കേരളത്തെ അല്ല, ഇന്ത്യയെ മുൾമുന നിർത്തിക്കളഞ്ഞു. ഇത്ര എന്തുമാത്രം ഐറ്റം തമ്പുരാൻ്റെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ ജീവിതം നോക്കി ഒന്നുമില്ലാത്തവനായിട്ട് ജനിക്കുക. നമുക്കൊക്കെ എവിടെ ജനിക്കണമെന്നൊക്കെ അനുവാദം നേരത്തെ കിട്ടിയായിരുന്നെങ്കിൽ നമ്മളൊക്കെ ടാറ്റായുടെയും ബെർലായുടെയും വീട്ടിലൊക്കെ അല്ലയോ അപ്പനെയും അമ്മയും വെച്ചു മാറാനൊരു അവസരം തന്നെ ഉണ്ടായിരുന്നേ. എന്തോ ഒരു ഇടി നടന്നേനെ ഇവിടെ കിട്ടിയോ? എന്താ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇതൊന്നും നമ്മുടെ സ്വാതന്ത്ര്യപ്പെട്ട കാര്യമല്ല. സ്തോത്രം. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പൗലോസിന് ഭയങ്കര വെളിപ്പാട് ദൈവം കൊടുത്തു. ഒരു വെളിപ്പാടും ഇല്ലെന്ന് പറഞ്ഞിട്ട് വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. ഇച്ചിരി വെളിപ്പാട് കിട്ടുമ്പം വലിയ അഹങ്കാരിയായി തീർന്ന ആൾക്കാരുമുണ്ട്. നിങ്ങൾ ഈ 2 കൂട്ടരുടെയും കൂട്ടത്തിൽ പോകരുത്. വെളിപ്പാടില്ലെന്ന് തന്നെ പറയാം. വെളിപ്പാടുണ്ടേ നിഗളിച്ചു പോകരുത് എന്ന് തൊട്ടച്ച് പറ. നിങ്ങളൊന്നും പാടില്ലെന്ന് പറ. നിങ്ങളൊന്നും പാടില്ല. കുറച്ചൊക്കെ ഒന്ന് താഴുന്നത് നല്ലതാ. സ്തോത്രം. പോട്ടെ, ഞാൻ ആ ഭാഗത്തുനിന്നൊക്കെ പോവുക. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുക പൗലോസ്, നമ്മൾ ഗഹനമായ ഒരു കാര്യത്തിലോട്ട് വരാൻ പോകുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പൗലോസ് പറയും, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പൊ ചിലർക്കൊക്കെ എല്ലാം തന്നാൽ ഒരു കൊച്ചു ശൂലം കൂടെ തരും. എല്ലാവരും പറഞ്ഞില്ല, എല്ലാം തന്നു, കൊച്ചിൻ്റെ കാര്യം മാത്രം അങ്ങോട്ട് കുഞ്ഞു ശൂലമാ. തകർക്കാൻ വേണ്ടി ഒന്നും അല്ലെന്നേ. അതാ ഇന്നത്തെ പ്രസംഗം. ആമേൻ. നല്ല മെത്തക്കകത്ത് 2 കുഞ്ഞു മുള്ളു മിണ്ടുന്നില്ല. എന്നോട് ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവിടെ എല്ലാം ഡോക്ടർമാരാ. അവിടുത്തെ അങ്കിൾ ഡോക്ടറാ, ആൻറ്റി ഡോക്ടറാ, 2 കൊല്ലം റിട്ടയർമെൻറ്റായി. മൂത്ത മോൻ ഡോക്ടറാ, ഇളയ മോൻ ഡോക്ടറാ, ഇളയ മോളും ഡോക്ടറാ. അതിനകത്ത് 2ാമത്തെ മോൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന മോള് ഒരു കൊച്ചു മുള്ളായിരുന്നു. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, എല്ലാം ഒത്തി, ഈ മരുമോള് മാത്രം ഒത്തില്ല. ഞാൻ പറഞ്ഞു, എല്ലാം കൂടെ അങ്ങ് ഒക്കുകയല്ല. ഒരു മുള്ളൊക്കെ ഇടയ്ക്ക് അല്ല, നീ സഭായോഗത്തിന് വരികയല്ല. മുള്ള് കിട്ടിയിട്ട് നീ വരുന്നില്ല. പിന്നെ സ്തോത്രം. നമ്മളൊക്കെ നമ്മുടെ സ്വഭാവം ചൊവ്വേ അറിയാവുന്ന കർത്താവിനാണ്. നമ്മുടെ സ്വഭാവം എൻ്റെ ഭർത്താവിനല്ല, എന്താ അറിയാവുന്ന. പണ്ടൊരു ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായപ്പം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, നിനക്ക് എന്തോ അറിയാമെന്ന. ഉണ്ടെന്നില്ല. പക്ഷെ ദൈവത്തിന് അച്ഛനെ അറിയാം, കൊച്ചമ്മയെ അറിയാം. ഉണ്ടെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എവിടെ വിളച്ചിൽ കാണിച്ചാലും രക്ഷപ്പെടും. പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഒന്നും വിളച്ചിൽ കാണിച്ചാൽ രക്ഷപ്പെടുകയല്ല.
ആരും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് അതൊക്കെ മാറ്റുന്നതാണ് നമ്മുടെ അഭിവൃദ്ധിക്ക് നല്ലത്. അല്ല ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവും. സ്തോത്രം. ഇതിൽ കൂടുതൽ വല്ലതും പറയാൻ പറ്റുമോ? ഏറ്റവും ഗ്രേഡ് കൂടിയ സാധനമാണ് പറയുന്നത്. ഇനി ഞാൻ ഈ വാക്യത്തിലോട്ട് വരിക. അപ്പം ജഡത്തിൽ എനിക്കൊരു ശൂലം. ആ ശൂലം എന്താണെന്നറിയാം? പൗലോസ് അതിനെ ഉപമിക്കുന്നത് കേട്ടോണം. ആ, സ്തോത്രം. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് സാത്താന്റെ ഒരു ദൂതനെ, അങ്ങനെ ഒരു അക്ഷരീയമായൊരു ദൂതൻ നിന്നൊന്നും കുത്തുന്നില്ല. പക്ഷെ ഈ വേദപണ്ഡിതാക്കളുടെ നിഗമനം പൗലൂസിന്റെ വീഴ്ചയിൽ കണ്ണിന് തകരാറ് പറ്റിയെന്നാണ്. ഞാൻ ആ വാദത്തിലൊന്നും അല്ല പറയുന്നത്. എന്തോ ഒരു അസുഖം പൗലൂസിന്, എന്തോ ഒരു അസുഖം നമുക്കും ഒക്കെ ഇല്ലയോ? ഒരാൾ പറയും എനിക്ക് ഭയങ്കര BP മറ്റേ ആൾ ചിരിക്കുക എനിക്ക് BP ഇല്ല പക്ഷെ കൊളസ്ട്രോൾ ഉണ്ട്. ചിലർ പറയും BP ഇല്ല, കൊളസ്ട്രോൾ, ഒരു ഷുഗറും ഇല്ല, ഒരു മുട്ടുവേദന മാത്രം, അത് മതിയല്ലോ 3-4 മാറ്റി വെക്കാൻ. ചിലർ പറയും എനിക്ക് BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗറും ഇല്ല, നെഞ്ച് പടപടപടപടപടപടാന്ന് അടിക്കുക, അല്ലാതെ എനിക്കൊരു. അപ്പം എല്ലാവർക്കും എന്തേലും ഒരു കുഞ്ഞു സാധനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, വലിയൊരു ഭാഗത്തോടെ ഞാൻ വളരെ ലൈറ്റായിട്ട് ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ട് തരിക. സ്തോത്രം. ഈ നമുക്ക് ഈ സമാധാനം വരുന്നൊരു ഭാഗമുണ്ട്. ഇപ്പം ഞാനിരിക്കുന്നപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ, ഇപ്പം ഞാൻ മനസ്സിനകത്ത് ടെൻഷൻ എടുത്തുകൊണ്ടിരിക്കുക, കർത്താവേ കാലുവേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്, കൈക്ക് വേദനയുണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. അപ്പം അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കുക ആരാധനയൊക്കെ കഴിഞ്ഞാൽ ആരോഗ്യം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ടിന് 2 ബ്ലോക്കും നടുവിനൊരു പിടുത്തമുണ്ട്. അപ്പം എനിക്ക് ഹാപ്പിയായി. സ്തോത്രം. എനിക്ക് അത്ര ഇല്ലല്ലോ. എനിക്ക് മനസ്സിലായോ? അപ്പം ഒരസുഖവും ഇല്ലാത്തൊരു കൈവക്കിക്ക് ലൈവിലുള്ളവരുണ്ടോ അത് കൈ, എനിക്കൊരസുഖം, അവരെ ഒന്ന് ഒരാഴ്ച അവരോട് താമസിക്കാനാണ്. അപ്പം അപ്പം നിങ്ങൾക്കുള്ള അസുഖം മാത്രം ഭയങ്കര രോഗമായിട്ട് എടുക്കരുത്. സ്തോത്രം. എല്ലാവർക്കും ഒരു ചെറിയ ശൂലമൊക്കെ ഉണ്ട്. സാത്താന്റെ ഒരു ദൂതനെ ഏൽപ്പിച്ചേക്കോ എന്തു ചെയ്യാൻ? കുത്താനായിട്ട്. എന്നിട്ട് പൗലോസിന്റെ അവതരണമാണ് അത് കേട്ടോ. അക്ഷരികമായിട്ട് സാത്താന്റെ ദൂതനൊന്നും അവിടെ നിൽപ്പില്ല. ആ രോഗത്തെക്കുറിച്ച് പൗലോസ് പറയുക. അപ്പം അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന്, ഇനി ആ ചിന്ത തുടങ്ങുന്നത്, അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഞാൻ 3 വട്ടം 3 ഉപവാസ പ്രാർത്ഥന നടന്നു. ഒരു 7 ഇരുന്നു, ഒരു 3 ഇരുന്നു, ഒരു 20, അങ്ങനൊന്നും ഇല്ല, ഞാനങ്ങ് പറയുക. 3 പ്രാർത്ഥന നടത്തി. 3 പ്രാർത്ഥനയിലും ദൈവം എന്നോട് സംസാരിച്ചു. ഒറ്റ കാര്യമേ സംസാരിച്ചുള്ളൂ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. പൗലോസേ, രോഗം മറന്നേര്, എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് ഞാൻ തുള്ളിച്ചടൊരു വക പറയാ, അസുഖമുണ്ടെങ്കിലും അതിൻ്റെ മീതെ കൃപയുണ്ട്. പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ മീതെ കൃപയുണ്ട്. പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൻ്റെ മീതെ കൃപയുണ്ട്. മോന് പോരാട്ടമുണ്ടെങ്കിലും അതിൻ്റെ മീതെ കൃപയുണ്ട്. അപ്പം കർത്താവ് പറയുക, 3 പ്രാർത്ഥന നടത്തിയപ്പോൾ 3 പ്രാവശ്യവും പ്രാർത്ഥിച്ചു. എന്തിനാ? ഇത് ഒഴിഞ്ഞു പോകാനാ. കാരണം ബൈബിളിലുണ്ടല്ലോ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി അങ്ങനെയാന്ന് ഇത് ഒഴിയേണ്ടതില്ലയോ? മിണ്ടുന്നില്ല. കഴിഞ്ഞ 24 മണിക്കൂർ ഞങ്ങൾ വിചാരിച്ചത് ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഒഴിഞ്ഞില്ല. ഇനി അടുത്ത പ്രാർത്ഥന നടക്കുമ്പോൾ ഒഴിയുമെന്നാ വിശ്വസിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുക, സഹോദരൻ, ഒഴിഞ്ഞാലും ഇല്ലേലും എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ. സാത്താൻ്റെ ദൂതം കുത്തിക്കോട്ട്, പക്ഷെ എൻ്റെ കൃപ അതിൻ്റെ മേളിൽ നിൽക്കുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ. ഇനി പൗലോസ് പറയുന്ന 3 പദങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കൃപയെക്കുറിച്ച് ഞാൻ പറയും. 3 പദങ്ങളാണ് പറയാൻ പോകുന്നത്. എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞിട്ട് കർത്താവ് പൗലോസിനോട് പറയുകയാണ്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആ 2 വാക്യത്തിനകത്ത് 3 ദൂതുണ്ട്. ഒന്നാമത്തെ ദൂത് പൗലോസ് പറയാ, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ച, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ എന്ത് ചെയ്യുന്നു? ആവസിക്കുന്നു. അതായത് വന്നു വസിക്കുന്നു. 2 പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ ബലഹീനനാണ്, പക്ഷേ
ഈ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ബലഹീനനാകുമ്പോൾ തന്നെ ആ ശക്തി എന്നിൽ തികഞ്ഞു വരാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഇന്ന് യോഗത്തിന് വരുമ്പോഴും ഞാൻ ബലഹീനനാ, പക്ഷെ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ ഇങ്ങനെ തികയാൻ തുടങ്ങും. അത് ഞാൻ വിവരിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മൂന്നാമത്തെ കാര്യം പൗലോസ് പറയാം, ഞാൻ ബലഹീനനാണെങ്കിലും നിങ്ങൾ കേട്ടോ, ഞാൻ ശക്തനാ. ഞാനൊരു പേടിത്തൊണ്ടനല്ല, ഒരു ഭീരുവല്ല, ഞാൻ ബലഹീനനാ, പക്ഷെ ഞാൻ ശക്തനാ. അപ്പൊ പൗലോസിനോട് ദൈവം പറയാ, എൻ്റെ കൃപ, അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറ. ഹല്ലേലൂയ. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ കൂടാരത്തിനകത്ത് അസാധാരണമായൊരു ദൈവകൃപ ഇറങ്ങണം. നിന്റെ ആരോഗ്യ തലത്തിലൊരു കൃപ ഇറങ്ങണം. എവിടൊക്കെ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ആ കൃപ ഇറങ്ങണം. വർഷങ്ങളായി നിനക്കെതിരെ ആയുധമെടുത്ത ശത്രു നിന്നെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു കൃപ. ഓ കൃപ, കൃപ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് ചിലരെ ദൈവം കൃപ കൊണ്ട് നിറയ്ക്കുക. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ മെസ്സേജ് എടുക്കുമ്പോൾ ഒരു ദൂത് പറയുന്നുണ്ട്, ഇന്ന് ചിലരെ വലിയ ദൈവകൃപ കൊണ്ട് നിറയ്ക്കാൻ പോവാ. എബ്രായ ലേഖന കർത്താവ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തില് 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തില് ശ്രദ്ധേയമായ വാക്യമുണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുക. ഈ കൃപ എവിടുന്നാ കിട്ടുന്നേ? നാം ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുമ്പോഴാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, നിങ്ങളിരിക്കുന്നത് വെള്ളയമ്പലം പഞ്ചായത്ത് ഹാളിലല്ല, ദൈവത്തിൻ്റെ കൃപാസനത്തോട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. ഇന്ന് മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ചിലർ പുതിയ കൃപ പ്രാപിക്കാൻ പോവുക. ഓ എൻ്റെ കൃപ നിനക്ക് മതി. 1000 പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിലും അതിൻ്റെ മീതെ ഇതാ ദൈവത്തിൻ്റെ കൃപ നിന്റെ കൂടാരത്തിൽ വ്യാപരിക്കുക. ഓ ആരോടൊക്കെയോ ദൈവം പറയാ, ദൈവം നിന്നോട് കൃപ കാണിക്കാൻ പോവുക. ചില കാര്യത്തിൽ ദൈവം കൃപ കാണിക്കാൻ പോവുക. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാര്യത്തിൽ സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ഈ കൃപ പ്രാപിക്കുന്ന എവിടെ ചെല്ലുമ്പോഴാണ്? കർത്താവിൻ്റെ അടുക്ക ചെല്ലുമ്പോഴാണ് എന്ത് ലഭിക്കുന്നേ? ഈ കൃപ. അടുത്ത് ചെന്നോണം കർത്താവിനോട്. ഇന്ന് കൃപ തോന്നും. നിന്റെ രോഗമൊക്കെ നിർവീര്യമായ ബോംബ് പോലെ നിന്റെ ശരീരത്തിലിരിക്കും. നിർവീര്യമായ ബോംബ് പോലെ നിന്റെ ശരീരത്തിലിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണം എന്താ? ആ രോഗം അവിടെ ഇരുന്നാലും കൃപ നിന്നെ പൊതിയാൻ തുടങ്ങും. സ്തോത്രം. ദാവീദ് ഒരിക്കല് ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ചെന്ന് പേടിച്ചോടി ഒരു ഗുഹയ്ക്കകത്ത് ദാവീദ് ചെന്ന് കയറി. എന്നിട്ട് 57-ാം സങ്കീർത്തനം ദാവീദ് ചമയ്ക്കുക, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ദാവീദ് പറഞ്ഞു, കർത്താവേ കൃപയുണ്ടാകണേ, എന്നോട് കൃപയുണ്ടാകണേ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ശത്രു നിന്റെ അടുക്കൽ നിന്നാലും നിന്നെ സൂക്ഷിക്കുന്ന കൃപ ഇവിടെ ഉണ്ട്. 57-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. അതിന്റെ മുകളില് എഴുതിയേക്കുന്നതിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ടുണ്ട്. ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. അവൻ ശൗലിന്റെ മുൻപിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത്, ശൗലിന്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ശൗല് ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുക. അപ്പം കൊല്ലാൻ വാളുമായി ശൗലും പടയും നിൽക്കുമ്പം ദാവീദ് പറയാ, കർത്താവേ കൃപയുണ്ടാകണേ, കൃപയുണ്ടാകണേ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിനക്കെതിരെ പൊങ്ങിയ ചില ആയുധങ്ങള് നിന്നെ തൊടുന്നതിന് മുമ്പ് നിന്നെ പൊതിയുന്ന ദൈവകൃപ. ഓ യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ ദൈവം നിനക്കൊരുക്കിയ പദവിയിലേക്ക് നടന്നു കയറാൻ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ചില മാനുഷിക കരങ്ങള് നിനക്കെതിരെ വാളെടുക്കുമ്പോൾ പേടിച്ചു പോകരുതേ. പ്രാർത്ഥിച്ചോണം, ദൈവമേ എന്നോട്, മനസ്സുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചേ, എന്നോട് കൃപയുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എന്നോട്
ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിലാണ് ശരണം പ്രാപിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുക, വെല്ലുവിളിയുടെ മുമ്പിൽ കൃപ തോന്നാൻ പ്രാർത്ഥിയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ദൈവം നിന്നോട് കൃപ തോന്നാൻ പോവാന്ന് പറ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മ ഉള്ളവനെ കൃപ കൊണ്ട് അലങ്കരിക്കുന്നു. ഒരാമീൻ വരുന്നില്ല. നിനക്ക് ചുറ്റും നിഗളികൾ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ നീ താഴ്മ ധരിച്ചോണം. നിന്റെ വീട്ടിൽ താഴ്മ ധരിച്ചോണം. നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ താഴ്മ ധരിച്ചോണം. ദൈവം നിന്നെ കൃപ കൊണ്ട് അലങ്കരിക്കാൻ പോവാ. ആരാധിക്കുന്ന ചിലരോടൊക്കെ ദൈവം പറയുകയാണ്, നിന്നെ കൃപ കൊണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലാക്കി പ്രവചിക്കുന്നൊരു ഭാഗമുണ്ട്, ഞാൻ വായിക്കേണ്ട ഭാഗത്തോട്ടൊക്കെ വരാം. മലാക്കി പ്രവചിക്കുന്നൊരു ഭാഗം 1-ാം അധ്യായം 9-ാം വാക്യം, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കത്തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളി. ദൈവം നമ്മോട് കൃപ കാണിക്കത്തക്കവണ്ണം എന്തോ ചെയ്തോണം? ദൈവത്തെ അങ്ങോട്ട് പ്രസാദിപ്പിക്കണം. ചില ആൾക്കാർ ചോദിക്കും, വന്നപ്പം മുതൽ പാട്ടുപാടുമ്പോൾ നീ പാടുന്നു, കൈയടിക്കുമ്പോൾ നീ കൈയടിക്കുന്നു, രാവിലെ ആഹാരം കഴിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വന്നപ്പം മുതൽ സ്തോത്രം, ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഒരുവനെ പ്രസാദിപ്പിക്കുക. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗ പശുവിനെ കയറുകൊണ്ട് കെട്ടുവീ. ഹല്ലേലൂയ. അവൻ കൃപ തോന്നത്തക്കവണ്ണം നിങ്ങൾ അവനെ എന്ത് ചെയ്യണം? പ്രസാദിപ്പിച്ചോണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ദൈവത്തെ പ്രസാദിപ്പിച്ചോണം എന്ന് പറ. ഹല്ലേലൂയ. നിന്റെ വായിലെ വാക്കുകളും നിന്റെ ഹൃദയത്തിലെ ധ്യാനവും ബാക്കി പറ, യഹോവയ്ക്ക് പ്രസാദമായിരിക്കട്ടെ. നിന്റെ വായിലെ, ഇന്നലെ വൈകിട്ട് 8:30 നിന്റെ വായിലെ വാക്കും നിന്റെ ഹൃദയത്തിലെ മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. വെള്ളയമ്പലം പഞ്ചായത്ത് ഹാളിൽ വന്നേ പിന്നെ പാസ്റ്ററെ സ്തോത്രമല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ വൈകിട്ടത്തെ നിന്റെ സൂത്രപ്പണിയും ദൈവം കണ്ടിട്ടുണ്ട്. മിണ്ടുന്നില്ല. നിന്റെ വായിലെ വാക്കുകളും നിന്റെ യഹോവേ എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഹൃദയത്തിലെ ധ്യാനവും. പണ്ടൊരു അമ്മച്ചി പള്ളിയിൽ പോയ കഥ കേട്ടിട്ടുണ്ട്. അമ്മച്ചി എന്നും പള്ളിയിൽ പോവും. കഥയാണ്. പള്ളിയിൽ ചെന്നിട്ട് അമ്മച്ചി പറയുമെന്നാ ആ കഥയ്ക്കകത്ത് പറയുന്നേ, യേശുപ്പച്ച എന്നെ എടുത്തോണേ എന്നാ. എന്നെ അങ്ങ് കപ്പിയാർ രാവിലെ പള്ളി തുറക്കാൻ വരുമ്പോഴേ അമ്മച്ചി തുടങ്ങും, യേശുവേ എന്നെ എടുത്തോണേ എടുത്തോണേ. ഇപ്പൊ കർട്ടന് പുറകിൽ നിന്ന് കപ്പിയാർ പറഞ്ഞു, മകളെ നിന്നെ എടുക്കാൻ പോവാന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. എന്നിട്ട് കപ്പിയാർ പറഞ്ഞു, മരുമാളോട്, കാര്യം കപ്പിയാർ വീടിനടുത്താ, നീ മരുമാളോട് നിരപ്പ് പ്രാപിക്കണമെന്ന് പറഞ്ഞു. അമ്മച്ചി എഴുന്നേറ്റേച്ച് പറഞ്ഞു, ചുമ്മാതല്ല നിന്നെ ക്രൂശിച്ചെന്ന്. അങ്ങനെ ആ കഥ. നമ്മൾ നന്നാവുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ കുഴപ്പം പറയും. അത് ഈ ഹൗവമ്മച്ചി ആദം തൊട്ട് തുടങ്ങിയതാ. കാരണം ഞാൻ നിന്നോട് തിന്നല്ലെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ? ഉത്തരം, നീ എനിക്ക് കൂട്ടായിരിക്കാൻ തന്ന ഭാര്യ പറിച്ചു തന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ കല്യാണം കഴിപ്പിക്കണോ? ഞാൻ പറഞ്ഞോ കർത്താവേ ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊരു തുണ തരണേന്ന്. നീ തീരുമാനിച്ചു തുണയെ തരാൻ. നീ തന്നെ ഒരു തുണ ഉണ്ടാക്കി, നീ തന്നെ അവളെ കൊണ്ട് കെട്ടിച്ചു. ഇവൾ ഒരുത്തിയായ എൻ്റെ ജീവിതം തകർത്തത്. ദൈവത്തിന് മനസ്സിലായി, അന്നും ഇന്നും പഴിചാറിലെ ദൈവത്തിന് ആ പാരമ്പര്യമല്ലേ. മിണ്ടുന്നില്ല. ഞാൻ ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ടൊന്ന് വരാം, നിങ്ങളുടെ മനസ്സിലോട്ട് ഈ ചിന്തകളൊന്ന് കയറാൻ വേണ്ടിയാണ്. അപ്പം ദൈവം നമ്മിൽ പ്രസാദിക്കത്തക്കവണ്ണം, ദൈവം നമ്മളോട് കൃപ തോന്നത്തക്കവണ്ണം ദൈവത്തെ നമ്മൾ എന്തോ ചെയ്യണം? ഹമി എങ്ങനെ പ്രസാദിപ്പിക്കേണ്ടി? എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക്. ഒന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ പ്രസാദം ആണോ എന്ന് ചോദിച്ചേ. ആണോ? ഇതെല്ലാം മേളിൽ ചെല്ലുമ്പോൾ ഉത്തരത്തെ വരെ
ദൈവത്തിൻ്റെ ക്യാമറയാന്നാ ബൈബിൾ. ഉത്തരം വന്ന് നീ തറയെന്ന് തുടച്ച് കളഞ്ഞ പ്രവചന ഭാഗത്തുണ്ട്. പൊടി വരെ എഴുന്നേറ്റ് വന്ന് നിന്നോട് ഇന്ന ആഴ്ച ഇത്രാം തീയതി പോട്ടെ. വലിയ കുഴപ്പമായത്. സ്തോത്രം. നമ്മളിതിലെ കൊണ്ടൊരു വണ്ടി ഓടിപ്പോയാൽ ഇത്ര ക്യാമറയാ സർക്കാർ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒറ്റക്കാരി എന്ത് സംഭവിച്ചാലും ഉടനെ ഫോൺ എടുക്കും ആൾക്കാർ. എടാ, ഇച്ചിരി ഇല്ലാത്ത നിന്റെ സെറ്റപ്പ് ഇത്രയാണ്, ദൈവത്തിൻ്റെ സെറ്റപ്പ് എന്നായിരുന്നു? എല്ലാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്തോത്രം. 6 അടിക്കകത്തുനിന്ന് നിന്നെ ഈ ഷേപ്പിൽ ഉണ്ടാക്കി വിട്ടെങ്കിൽ എൻ്റെ ദൈവം ആരാ? ഒരു ജന്മം മുഴുവൻ നിന്റെ ശരീരം പഠിക്കാൻ നോക്കിയിട്ട് പഠിക്കാൻ ഡോക്ടർമാർ തല കുത്തി നിൽക്കുക. ഒരു രക്ഷയില്ല. കാരണം ബൈബിളിൽ വാക്യമുണ്ട്, നിന്നെ ഭയങ്കരവും നമ്മളൊന്നും അറിയാത്തോണ്ടില്ലയോ. അയ്യോ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അവയവം ഉണ്ടോന്ന് അറിയണേ നല്ല ആശുപത്രി ചെല്ലണം. നമ്മുടെ ശരീരത്തിലെ മൊത്തം അവയവങ്ങളെ വേർതിരിച്ചെഴുതി വെച്ചിരിക്കുക. അതിനെല്ലാം ഡോക്ടർമാരും ഉണ്ട്. ഇല്ലേ അവരിറക്കും. മനസ്സിലായോ? പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഞാൻ മിസ്രൈമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. ഞാൻ മിസ്രൈമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. പലർക്ക് ശത്രുക്കളാ, പക്ഷെ നിന്നോട് അവര് കൃപ തോന്നും. ആർക്കും പ്രയോജനമില്ലാത്ത ചിലരൊക്കെ നിനക്ക് പ്രയോജനമാകാൻ പോവാ. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 12-ാം അധ്യായം കൂടെ എടുത്തേ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. അവൻ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രൈമ്യരെ കൊള്ളയിട്ടു. ചോദിച്ച ഒക്കെ കൊടുത്തു. കൃപ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വഴികളാ. സങ്കീർത്തനം വായിക്കുന്നു, വെള്ളിയോടും പൊന്നിനോടും കൂടെ അവരെ പുറപ്പെടുവിച്ചു. പെരുങ്കൈയോടെ വിടുവെന്നൊക്കെയാ ശത്രു വാദിച്ച്. കൃപ തോന്നിയാൽ അപകരിച്ചു വെച്ചതൊക്കെ നിന്റെ കൈ വരും. രാമി വരുന്നില്ല. ശത്രു എത്ര വലിയ തന്ത്രം മെടഞ്ഞാലും ആ തന്ത്രത്തെ പൊളിക്കുന്നതാ ദൈവകൃപ എന്ന് പറയുന്നു. എത്ര പേര് ആമീൻ പറയും? എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, കുടുങ്ങിക്കിടക്കുന്ന സമ്പത്തുകളൊക്കെ കൃപ തോന്നാൻ പോവാ നിന്നോട്. അവിടെ ഇവിടെ സ്റ്റക്കായി കിടക്കുന്ന നിന്റെ നന്മകളെ ബന്ധിച്ചിട്ടെങ്കിൽ, നിന്റെ അധ്വാന ഫലത്തെ കുരുക്കിയിട്ടെങ്കിൽ ആത്മാവ് പറയാ കൃപ തോന്നാൻ പോവാ. ഓ ഹല്ലേലൂയ. ആരുടെയൊക്കെയോ സാമ്പത്തിക വിഷയത്തിനകത്ത് വലിയ വിടുതലുകൾ വ്യാപരിക്കുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. ഓ, നിന്നെ ചതിച്ച, വഞ്ചിച്ച, കുരുക്കിയിട്ട, നിന്റെ കുടുംബജീവിതത്തെ തകർത്ത, ഭാവിയെ തകർത്ത, അന്ധകാരത്തെ തകർത്ത, നിന്റെ കുടുംബത്തെ 2 ധ്രുവത്തിൽ ചെതറിച്ചു കളഞ്ഞ. ഞാനൊരിക്കൽ ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. എന്നോട് കർത്താവ് പറഞ്ഞു, അവൻ്റെ ഭാര്യയും പിള്ളേരും എല്ലാം അവനെ വിട്ട് പോയേക്കുവാ, ജീവിതത്തിൽ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി അവൻ്റെ അടുക്കൽ ചെന്ന് ഒന്നും പറയാതെ അവനെ കൈവച്ച് പ്രാർത്ഥിച്ചിങ്ങനെ പോകുന്നു. അപ്പോൾ ലൈവ് നിൽക്കുന്നവരൊക്കെ അന്നേരം ഓർത്ത് കാണും, എന്താ ഒന്നും പറയാതെ പോകുന്നതെന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ട് നിന്ന് പ്രസംഗം എല്ലാം കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, നീ അവനെ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞു വിടണം. അന്നേരം കൃപ തോന്നും. അവൻ ചെന്ന് വിളിക്കുമ്പോൾ അവൻ്റെ ഭാര്യയും പിള്ളേരും അവൻ്റെ വീട്ടിൽ വരും. എനിക്കത് പറയാനൊരു മടി. അന്നേരം ഞാൻ കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നു. എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു, പെട്ടെന്ന് പോകില്ല, ഇച്ചിരി കഴിഞ്ഞാൽ പോകാവും, ധൃതിയൊന്നും വെക്കല്ല. യോഗം കഴിയുമ്പോൾ സകല ശക്തി സംഭരിച്ചു വെച്ച് ഞാൻ പറഞ്ഞു, മുട്ടുകൂത്താൻ പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നെ പ്രാർത്ഥിച്ചു വിടാൻ പോവാം. നിന്റെ പിണങ്ങിയ ഭാര്യയും പിള്ളേരും നീ എന്ന് വിളിക്കുമ്പോൾ നിൻ്റെ കൂടെ വരും. അപ്പം പുള്ളി ചോദിച്ചു, വരുമോ? ഞാൻ പറഞ്ഞു, ആ കൃപ നിനക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുവാ. പ്രിയരെ പ്രാർത്ഥിച്ചു വിട്ടു. അവൻ ചെന്ന് വിളിച്ചപ്പോഴേ പുള്ളിക്കാർത്തി സാരി കൊടുത്ത് കൂടെ പോന്നു. ചെന്ന് വക്കീലിനോട് ഒപ്പിടാൻ പോകാനിരുന്ന കൃപ തോന്നാൻ പോവാ. നിന്റെ കുടുങ്ങിക്കിടക്കുന്ന നന്മ തിരിച്ചു വരാൻ ദൈവം കൃപ തോന്നുകയാ. നിന്റെ അകപ്പെട്ടു പോയ നന്മ, കൈവിട്ട നന്മ മടങ്ങി വരാൻ എനിക്കെന്തോ ഞാനൊരു ആത്മാവിലൊരു ബോധ്യം തരുകയാ. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കുക. ഇന്നിവിടെ വലിയ കൃപയുടെ വ്യാപാരം ഉണ്ടാവും.
പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂതൻ, നിന്റെ മേൽ വലിയ ദൈവകൃപ വെളിപ്പെടാൻ പോവുക. വർഷങ്ങളായി നിന്റെ നന്മയെയും അധ്വാന ഫലത്തെ അവിടെ കുരുക്കിയിട്ടെങ്കിൽ ആത്മാവ് പറയുക, ദൈവം കൃപ തോന്നിക്കാൻ പോവുക. ഓ, എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഒരു പക്ഷേ അടുത്ത ആഴ്ച നീ ഇവിടെ ആരാധനയ്ക്ക് വരുമ്പം ആ നന്മ പ്രാപിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അതുപോലെ വർഷങ്ങളായി ആരിടപെട്ടാലും നടക്കാത്ത കേസ്, ഓ, നീ കൊള്ള പങ്കിടാൻ പോകുകയാ. നീ ദൈവത്തിന്റെ നന്മ, യെസ്, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കുടുങ്ങിക്കിടക്കുന്ന നന്മകൾ, കുടുങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങൾ, കുടുങ്ങിക്കിടക്കുന്ന നന്മകൾ, നിന്റെ അധ്വാന ഫലത്തെ ബന്ധിച്ചു നിൽക്കുന്ന ചില മിശ്രമ്യ വ്യാപാരം പോലെ നിന്റെ നന്മയെ തകർത്തു വെച്ചെങ്കിൽ ആത്മാവ് പറയുക, ദൈവം കൃപ തോന്നാൻ പോവുക. കേട്ടോ, ചിലരത് വിടുതലായി സ്വീകരിക്കുക, വിടുതലായി സ്വീകരിക്കുക. ഓ, കുരുങ്ങിക്കിടക്കുന്ന നന്മകൾ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, സെക്കറിയ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കാനൊന്നും സമയം എടുക്കണമെന്നില്ല. ആലയം പണിയാനായിട്ട് പോയതാ. 16 വർഷമായിട്ട് ആലയത്തിൻ്റെ പണി മുടങ്ങിപ്പോയി. തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കത്തില്ലെന്ന് ശത്രു വാദിക്കുക. ഇപ്പൊ പ്രവാചകൻ പറയുക, ഞാൻ ആത്മകണ്ണുകളിൽ കേൾക്കുന്നൊരു ശബ്ദം. എന്തുവാ? കൃപ, കൃപ എന്ന് ആർപ്പോടെ വിജയത്തിന്റെ കല്ല്, ആണിക്കല്ല് കയറ്റാൻ പോവുക. ഞാനും ഒരു ദൂത് പറയുക, ചില തടസ്സങ്ങൾ പൊട്ടി. ഞാനും കേൾക്കുക, നിന്റെ വീടിനകത്ത് ചില തടസ്സങ്ങൾ പൊട്ടി. തുടങ്ങി വെച്ചത് പൂർത്തീകരിപ്പിക്കാത്ത ആ സ്പിരിറ്റിനെ വഴിമാറ്റിക്കൊണ്ട് കൃപ, കൃപ എന്ന ആർപ്പോടെ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടൊക്കെയോ ദൈവകൃപയുടെ വ്യാപാരം, എവിടൊക്കെയോ ആത്മാവ് പറയുക, പൂർത്തിയാകത്തില്ലെന്ന് പറഞ്ഞ പലതും ഈ ദിവസങ്ങളിൽ പൂർത്തിയാകാൻ പോവുക. നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നടപ്പിൽ വരാൻ പോവുക. പൂർത്തിയാകത്തില്ലെന്ന് പറഞ്ഞ കാര്യം, ഓ, ആത്മാവിൽ കേൾക്കുക. പ്രവാചകൻ പറയുകയാണ്, ഞാൻ കാണുന്നു അമി കൃപ, കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല്, അവസാനത്തെ കല്ല് കയറ്റാൻ പോവുക. നിന്റെ വീടിന്റെ അനാഥത്വം കണ്ട് ചിരിക്കാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ കൃപ, കൃപ എന്ന ആർപ്പോടെ, നിന്റെ കുഞ്ഞിന്റെ ഫുൾഫില്ലാകാത്ത ഫാമിലി ലൈഫിനെ നോക്കി അപ്പുറത്തും ഇപ്പുറത്തും മാറി അടക്കം ചിരിക്കുന്നവരുടെ മുമ്പിൽ ഇതാ കൃപ, കൃപ എന്ന്. കണ്ടോ, 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 ദൈവകൃപ അനുഭവിക്കുന്ന ഇവിടെ ചിലര്. പിടിച്ചു നിർത്താൻ വയ്യാത്തൊരു അഭിഷേകം ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ വീടുകൾക്കകത്ത്, ഓഫീസുകൾക്കകത്ത്, കുടുംബ ബന്ധങ്ങൾക്കകത്ത്, ആത്മനിറവിനകത്ത്, ഫേസ്ബുക്കിനകത്ത്, യൂട്യൂബിനകത്ത്, TV ചാനലുകൾക്കകത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിലേക്ക് ദൈവകൃപ പെയ്തിറങ്ങുക. ഓ, യേശുവിനെ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കാൻ പോവുക. ഓ, എത്ര പേര് ചിലതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പോവുക. പിശാചേ, നീ തോറ്റുപോയി. ശത്രു ലജ്ജിച്ചോടാൻ പോവുക. നിന്റെ കുടുംബത്തിനെതിരെ കിംവദന്തി പറഞ്ഞു പരത്തിയ, അപവാദം പറഞ്ഞു പരത്തിയ ശത്രു ലജ്ജിച്ചോടുന്നു. ഓ, കൃപ, കൃപ എന്ന ആർപ്പോടെ. ഓ, യേശുവിന്റെ നാമത്തില് ഇത് പരാജയത്തിന്റെ ദിവസമല്ല, ഇത് തകർച്ചയുടെ ദിവസമല്ല, ഇത് തലകുനിക്കുന്ന ദിവസമല്ല, ഇത് ഭക്തന്മാർ തല ഉയർത്തുന്ന ദിവസമാ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ഇതാ മഹത്വത്തിന്റെ രാജാവ്. നാം ഈ പൂർത്തീകരിക്കത്തില്ലെന്നും വെച്ച കല്ലിന്റെ മുകളിലേക്ക് അടുത്ത കല്ല് വെപ്പിക്കത്തില്ലെന്നും പൂർത്തിയാകത്തില്ലെന്നും വാദിക്കുന്ന ശത്രുവേ, സെരൂബാബിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരാടാ? നിന്നെ സമഭൂമിയാക്കിക്കൊണ്ട്, നിന്നെ നിർമൂലനം ചെയ്തുകൊണ്ട്, നിന്റെ പദ്ധതിയെ പൊളിച്ചുകൊണ്ട് എനിക്ക് കാണാം ഇന്ന് വീട് വിട്ട് ഇവിടേക്ക് വരുമ്പോൾ പർവ്വത സമാനമായി തലപൊക്കിയ പല തടസ്സങ്ങളും ഇന്ന് തിരിച്ചു ചെല്ലുമ്പോൾ സമഭൂമിയായി. കണ്ടോ, ചിലരുടെ ഇങ്ങോട്ട് വന്ന ഭാഷയല്ല തിരിച്ചു പോകുമ്പം, ഇങ്ങോട്ട് വന്ന മുഖഭാവമല്ല തിരിച്ചു പോകുമ്പം, ഇങ്ങോട്ട് വന്ന കയ്യടിയല്ല തിരിച്ചു പോകുമ്പം, ഇങ്ങോട്ട് വന്ന അന്യഭാഷയല്ല തിരിച്ചു പോകുമ്പം, ഇതാ നിന്റെ മുഖത്തെ ദൈവം ആദരിക്കുന്നു. നീ വിളിച്ചു പറ, കർത്താവേ, കൃപ, കൃപ, കൃപ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഇന്ന് നിങ്ങൾ ഈ ദൂതിന്റെ പുറകെ വരണം. ദൈവത്തിന്റെ സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 10-12 മണിക്കൂറായിട്ട് ഇതേ കൃപയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസമുണ്ടോ? ഈ ദിവസങ്ങളിൽ നീ കേൾക്കാൻ പോവുക, കൃപ, കൃപ എന്ന ആർപ്പോടെ. പൂർത്തിയാക്കത്തില്ലെന്ന് വാദിച്ച് നിന്റെ കൺമുമ്പിൽ പർവ്വത സമാനമായി തലപൊക്കിയവന് ഇനി അവിടെ ഇല്ല. അവൻ സമഭൂമിയാകുന്നു. അതവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല.
ഓ, നിന്നെ കളിയാക്കിയവർ, നിനക്കെതിരെ മോശം പറഞ്ഞവർ, നിന്റെ കുടുംബത്തിനെതിരെ കിംവദന്തി പറഞ്ഞു പരത്തിയവർ ലജ്ജിച്ചോടുകയാ. ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി. ഓ, അവിചാരങ്ങൾ അഴിയുന്നു, മന്ത്രവാദങ്ങൾ അഴിയുന്നു, നേർച്ച പൂജാ ശക്തികൾ അഴിഞ്ഞു പോകുന്നു. നിന്റെ പണിക്കെതിരെ, നിന്റെ പൂർത്തീകരണത്തിനെതിരെ, തുടങ്ങിയ വീട് പണിക്കെതിരെ, ഭവനം പണിക്കെതിരെ, ബിൽഡിംഗ് പണിക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, കുടുംബജീവിതത്തിനെതിരെ തലപൊക്കിയ മഹാപർവ്വതങ്ങൾ ഇതാ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നൊരു വലിയ ദൈവകൃപയുടെ പകർച്ച ഉണ്ടാവും? ഓ, ഹല്ലേലൂയ. മോശ ദൈവത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ ചെന്നേച്ചു പറഞ്ഞു, കർത്താവേ, കർത്താവേ. മോശയുടെ വിളി എന്നോ വിളിയാണെന്നറിയോ? മോശ എന്ന് പറയാ, കർത്താവേ, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എനിക്ക് 6 ഏക്കർ തോട്ടം വേണ്ട, 6 കാറ് വേണ്ട, എനിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ്. എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, ചില വീടുകൾക്കകത്ത് ഇനി പൈശാചിക സാന്നിധ്യമല്ല, നിന്റെ വീടിനകത്ത് വലിയ വിടുതലുകൾ നടക്കാൻ പോവുക. ഓ, നിന്റെ നിന്റെ സ്വപ്നലോകത്ത് വിടുതൽ നടക്കുക, ചിന്താമണ്ഡലത്തിൽ വിടുതൽ നടക്കുക. ദൈവ സാന്നിധ്യം രുചിക്കുന്ന ദിവസങ്ങൾ ഇതാ മുമ്പിൽ വരികയാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ചിലരുടെ ചിന്തകളുടെ റൂട്ടുകൾ മാറുന്നു. നിന്നെ തെറ്റിക്കുന്ന ചിന്തകൾ, നിന്നെ തകർക്കുന്ന ചിന്തകൾ നിന്റെ മനസ്സിനകത്ത് പിശാച് അഴിച്ചുവിടുകയാ. ദൈവം പറയുകയാണ്, ആ റോങ് ഡിസിഷനെ ഇന്ന് ബ്രേക്ക് ചെയ്യുക. മോശ ദൈവത്തിന്റെ അടുക്കൽ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് മോശ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, കർത്താവേ, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ ഒന്ന് പുറപ്പെടുവിക്കരുതേ. എനിക്ക് വേണ്ടത് യുദ്ധത്തിന് കുറച്ച് ആളെയല്ല, എനിക്ക് വേണ്ടത് തീമതിലല്ല, എനിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ്. ഇന്നൊരു ദൂരെ ഞാൻ പറയട്ടെ, ഇന്ന് ഇവിടുന്ന് പോകുമ്പം നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യുന്നൊരു സാന്നിധ്യം. ഓ, യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ. മോശ ഒരിക്കൽ പർവ്വത മുകളിൽ വെച്ച് ഹോരേബിൽ വെച്ചൊരു ദൈവ സാന്നിധ്യം കണ്ടു. എന്തുവാണെന്നറിയാമോ? കത്തുന്ന ഒരു മുള്ള്. ഹല്ലേലൂയ. മുള്ള് നിന്ന് കത്തുവാണ്. അന്ന് വരെ അമ്മായിയപ്പൻ വലിയ ആളായിട്ട് നിൽക്കുകയാണ്. അമ്മായിയപ്പൻ പറയുന്ന പോലെ മോശ കേൾക്കത്തുള്ളൂ. അമ്മായിയപ്പനെ അനുസരിച്ച് ആടിനേന്തിട്ട് നടക്കുക. തിരിച്ചു വന്ന അമ്മായിയപ്പനോട് മോശ പറയുവാണ്, ഇനിയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല. അതെന്നാ മോശ, ഞാൻ മറ്റൊരു അന്തരീക്ഷം സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ ലൈഫിന്റെ റൂട്ട് വരെ മാറ്റും ഈ സാന്നിധ്യം. ഓ, ധൈര്യത്തോടെ പറയാൻ പറ്റാത്ത ചിലരോടത്തോട് ധൈര്യത്തോടെ പറയാൻ. ഓ, നിന്നെ അടിമയാക്കി വെച്ചിടത്തുനിന്ന് പുറത്തിറക്കുന്ന ആ ദൈവ സാന്നിധ്യം. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. റബ്ബനെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഞാൻ ഒരാൾ അനുഭവം പറഞ്ഞെന്ന് കഴിയും നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമല്ല. സ്തോത്രം. ഒരിക്കൽ നല്ല വിദ്യാഭ്യാസമുള്ളൊരു ചെറുപ്പക്കാരന് എൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തുവാ മോനെ കാര്യം? പാസ്റ്ററെ, എനിക്ക് 14,000 രൂപ ശമ്പളമേ ഉള്ളൂ. സ്തോത്രം. ഞാനിപ്പോൾ ആ കമ്പനിയിൽ 7 വർഷമായി. ഹല്ലേലൂയ. ഈ ജോലി പോയാൽ എൻ്റെ വീട് എങ്ങനെ കഴിയും? ശരിയല്ലയോ? വാടക എങ്ങനെ കൊടുക്കും? കുഞ്ഞുങ്ങൾക്ക് പാൽ എങ്ങനെ വാങ്ങിക്കും? ശരിയല്ലയോ? സ്തോത്രം. ഞാനും പറഞ്ഞാടാ ജോലി കളയല്ലെന്ന് പറഞ്ഞു. പക്ഷെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അകത്തെ ആത്മമനുഷ്യൻ ഉണർന്നു. സ്തോത്രം. ഞാൻ ഓടി അവൻ്റെ തലയിൽ ചെന്ന് കൈവച്ചു. സ്തോത്രം. നിനക്ക് ദൈവകൃപ തരാൻ പോവാന്ന് പറഞ്ഞു. കണ്ടോ, മിണ്ടുന്നില്ല. സ്തോത്രം. അന്ന് വരെ മാനേജരെ കാണുമ്പോൾ അവൻ വിറയ്ക്കുമായിരുന്നു. അന്നവൻ ചെന്ന് മാനേജരോട് പറഞ്ഞു, സാറേ, ഞാൻ ഈ 30-ാം തീയതി വരെ ഉള്ളൂ. അതെന്നാ? എനിക്ക് വേറെ ജോലി കിട്ടിയിട്ടില്ല. അത് പറയാനുള്ള ധൈര്യം ഉണ്ടായി. മിണ്ടുന്നില്ല. അങ്ങനെ അവൻ ജോലി കഴിഞ്ഞ് ഇറങ്ങി വന്ന്, സ്തോത്രം, ജോലിയുടെ വേക്കൻസി തപ്പി ഗൂഗിളിൽ ചെന്നപ്പം ഒരു വേക്കൻസി കിടക്കുന്നു. ബയോഡേറ്റ അയച്ചു. സ്തോത്രം. 15-ാം തീയതി സംഭവം. 24-ാം തീയതി അവർ വിസ അയച്ചു കൊടുത്തു. 25-ാം തീയതി അവൻ ഒരു രാജ്യത്ത് പോയി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, എല്ലാത്തിനും ഒരു കൃപ വേണം. മിണ്ടുന്നില്ല. ഒരേ സ്ഥലത്ത് നിന്നെ ബന്ധിച്ചിട്ടേക്കുവാണെങ്കിൽ ഇന്ന് അതിനെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം. ഒരാമീൻ വരുന്നില്ല. ആ ദൈവ സാന്നിധ്യത്തിന് പ്രാർത്ഥിര്. ആ നിന്റെ വീടിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകുന്നു. അരുതാത്ത പലതും നിന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഇന്ന് പൊട്ടാൻ പോവുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇന്ന് കയ്യടിയൊക്കെ ഇച്ചിരി പിടിച്ചു നിർത്തിക്കോ. കാരണം ഇച്ചിരി ഗഹനമായ കാര്യത്തിലോട്ട് വരിക. സ്തോത്രം.
സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞേക്കുന്ന ഒരു വാക്യമുണ്ട്. എനിക്കൊന്ന് പുറപ്പാട് ദിവസം 7-ാം അധ്യായത്തിലാണ്. മോശയോട് പറയാം, നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കിയേക്കുവാന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കിയേക്കുവാ. സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്നെ ദൈവമാക്കുമെന്നല്ല എൻ്റെ അർത്ഥം. നീയും ഞാനും ചിന്തിച്ചതല്ല നിന്റെ പൊസിഷൻ. നിന്നെ ചിലർക്ക് മുമ്പിൽ ഉന്നത പദവിയിൽ എത്തിക്കുവാൻ അല്ലേ രാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ചിലരുടെ മുമ്പിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. മോശ പറയാ, കർത്താവേ, തിരുസാന്നിധ്യം ഇവിടുന്ന് എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് അവനവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ. മോശ പറയാ, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കല്ലേ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. 33:17 യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. കണ്ടോ, മോശ ദൈവസാന്നിധ്യം ചോദിച്ച മോശയോട് ദൈവം പറയാം, നീ പറഞ്ഞ വാക്ക് പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ ഇന്നിരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ദൈവം നിന്നോട് കൃപ തോന്നി, നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. നീ പറഞ്ഞതുപോലെ, നീ പ്രാർത്ഥിച്ചതുപോലെ, നീ ആഗ്രഹിച്ചതുപോലെ, നീ ഉപവസിച്ചതുപോലെ ദൈവം ചെയ്യും. വിശ്വാസം ഉണ്ടല്ലോ സ്തോത്രം ചെയ്യാവൂ. നീ ആഗ്രഹിച്ചതൊക്കെ ദൈവം ചെയ്തു തരുന്നതെന്ന് ഓർത്ത് നോക്കി. എന്തെല്ലാം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്, നല്ലല്ലോ. അതൊക്കെ ദൈവം എന്ത് ചെയ്യാൻ പോവാ? ഒരു വഴിയില്ല, പക്ഷെ കർത്താവ് ഇത് ചെയ്തു തരുമെന്നാണ് ഉറപ്പ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് ഒന്ന് അടുത്ത് തൊട്ട് പറ, നിരാശപ്പെടണ്ട, സാധിപ്പിച്ചു തരുമെന്ന് പറ. ഹല്ലേലൂയ. ഈ ദൂത് തീരുമ്പോഴേ നിന്റെ അകത്ത് നിന്നെ ആരൊക്കെ തടയാൻ എഴുന്നേക്കട്ടെ. ഒരു രാജ്യം തലകുത്തി നിന്നിട്ടും ഏലിയാവിനെ പോറ്റാൻ കാക്ക പറന്നുകൊണ്ട് വന്നു. ഒരാമയും വരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ഒരു കപ്പലിലുള്ള മൊത്തം പേരും ചേർന്ന് യോനയെ രണ്ടുപേര് കാലേലും രണ്ടുപേര് കയ്യേലും പിടിച്ച് കടലിലിട്ടച്ച് കപ്പലിൻ്റെ വാതിൽ അടച്ചു. പക്ഷെ എൻ്റെ ദൈവം കടലിനടിയിൽ വേറെ വാതിൽ തുറന്നു. വിശ്വാസം ഉണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. ഒരു വഴി അടഞ്ഞാൽ 7 വഴി തുറക്കുന്ന ദൈവകൃപ. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. ദൈവം നിന്നോട് കൃപ തോന്നാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എന്നോട് കൃപ തോന്നണമേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുക. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരിക. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുക. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഹല്ലേലൂയ കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:16 അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. പൗലോസ് തിമോത്തിയോസിനോട് പറയുക, മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക. ദൈവം പൗലോസിനോട് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ആ പ്രധാന ഭാഗത്തേക്ക് വരിക. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നു. ക്രിസ്തുവിന്റെ ശക്തി ഇതെല്ലാവരും കൂടെ പറഞ്ഞു, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നെന്ന് പറ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ബൈബിളിൽ പഠിക്കുമ്പോൾ നമ്മൾ ബലഹീനരാ. നമ്മൾ ബലഹീന മനുഷ്യരാ. ഈ പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് പത്രോസ് എഴുതിയിട്ടുണ്ട്, സ്ത്രീജനം ബലഹീന പാത്രം. അപ്പോസ്തലന്മാർ ചോദിച്ചിട്ടുണ്ട്, മുടന്തൻ എഴുന്നേറ്റ് ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തമാണോ? അപ്പോൾ മനുഷ്യരെന്തുവാ? ബലഹീനതയാ, ഭയങ്കര ബലഹീനതയാ. പാപമല്ല ഞാൻ പറഞ്ഞു വരുന്നു. മനുഷ്യൻ ബലഹീനനാ. പക്ഷേ ബലഹീനനല്ലാതായി മാറുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, അവൻ്റെ മേൽ ക്രിസ്തുവിൻ്റെ ശക്തി ഇങ്ങനെ ആവസിക്കുക. ഒരാമയും വരുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അവൻ്റെ മേൽ എന്താണ്? ക്രിസ്തുവിൻ്റെ ശക്തി എന്ത് ചെയ്യുക? ആവസിക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ദൂത് പറയുക, നീ അറിയാത്തൊരു ശക്തി നിന്റെ മേൽ ആവസിക്കുന്നുണ്ട്.
ഇനി പൗലോസ് പറയുന്ന വാക്യത്തിലേക്ക് വരെ 2 കൊരിന്ത്യർ എടുത്തേ, 12-ാം അധ്യായം എടുത്തേ, 9-ാമത്തെ വാക്യത്തിലോട്ട് പെട്ടെന്ന് വന്നേ. ഇനി വളരെ വേഗത്തിൽ പോണം. എന്നാലും അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. അപ്പൊ ഈ ബലഹീനത വരുമ്പം ഓർത്തോണം, നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ക്രിസ്തുവിന്റെ ശക്തി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായില്ല, ഞാനൊന്ന് മനസ്സിലാക്കി തരാം. എല്ലാ സമയത്തും ഈ മനുഷ്യന്റെ മൈൻഡ് ഒരുപോലെ ആണോ? അല്ല. ചിലപ്പോൾ ചിലരിന്ന് കാര്യം എനിക്കെന്താ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ അപ്പന് എന്താ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ അപ്പൻ എന്താ നേരത്തെ മരിച്ചേ, എൻ്റെ അമ്മ എന്നാ, എത്രയോ അമ്മമാർ പ്രൊഫസർമാരായിട്ടുണ്ട്, എൻ്റെ അമ്മ എന്താ ഈ പാത്രവും കഴുകി കിടക്കുന്നു, ഞങ്ങൾക്ക് ഇത്രയും കടം കയറിയല്ലോ, ഇനി ദൈവത്തെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് പോയി കിടക്കും. നീ പ്രാർത്ഥിക്കുന്നുമില്ല. സാധാരണ കട്ടിലിരുന്നൊരു കുറുസുമായാലും ചൊല്ലുന്നതാണ്, താവേ അടിയനിതാ കിടക്കുന്നു, സൂക്ഷിച്ചോണേ, ദൂതന്മാരുടെ കാവലൊരുക്കണേ എന്നൊക്കെ പറയുന്ന. ഇന്ന് അതുപോലും നാളെ ഒരാളെന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് 3 ആഴ്ചയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച ഒന്ന് കാണുന്ന ഒരു അവാർഡ് തരാനെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് ഭയങ്കര നിരാശ കയറിയതാ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ ഈ മൊബൈൽ ഇങ്ങനെ ചുമ്മാ മേപ്പോട്ട് ഓടിച്ചപ്പോളേ, യൂട്യൂബ് ഓടിച്ചപ്പോളേ ഒരു പ്രസംഗം കിടക്കുന്നു. നിന്റെ നിരാശയിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നൊരു കരം. അത് ഓണാക്കി ഇന്നലെ വരെ ചിന്തിച്ച മൊത്ത സാധനവും ആ പ്രസംഗത്തിന് മുമ്പിൽ ഡിലീറ്റായി. എന്നിട്ട് പുള്ളി പറയാ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ ബലഹീനല്ലയോ, ഒന്ന് തളർന്നു പോയി സാറേ, ഇപ്പം ഞാൻ ശരിയായി. ഞാനീ പറയുന്നത് ശരിയല്ലേ? അനുഭവമുള്ളവരെന്ന് കൈവക്കിക്ക്. മൊത്തം ചിലർ മിടുക്കന്മാർ എനിക്കൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്, അവരുടെ കഥ വേറെയാ അല്ലേ? ഇങ്ങോട്ട് സഹകരിക്കുക. അപ്പൊ ഈ നിരാശ വന്ന അടുത്ത സ്റ്റെപ്പ് എന്തുവാ? ഈ എൻ്റെ അടുക്കലേക്ക് ഒരാൾ നിരാശപ്പെട്ട് വന്നാൽ ഞാൻ അവനെ 110 ഡിഗ്രി കയറ്റി ഇറക്കി കൊടുത്തു. അപ്പൊ ഈ വരുന്ന ഭാവമൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് ബ്രദറെ ഞാൻ പറഞ്ഞു, ഒന്നീ കരയല്ലേ പറ, നമ്മളെ കണ്ടപ്പോൾ സങ്കട പോവാൻ നേരത്ത് സ്തോത്രം, ബ്രദറെ പ്രാർത്ഥിക്കുമല്ലോ കേട്ടോ, സ്തോത്രം, സന്തോഷമായി എന്ന് പറഞ്ഞാൽ പോന്നു. അതെന്നാ എപ്പോഴും ഓർക്കണം, ഈ മനുഷ്യൻ ബലഹീനനായോണ്ടേ ഈ എല്ലാവർക്കും അങ്ങനെ പ്രശ്നമൊന്നുമല്ല. ഇപ്പം ചിലരൊക്കെ നമ്മളോട് പറയോ, എനിക്ക് മാത്രം ശമ്പളം വന്നിട്ട് പൊന്നു ബ്രദറെ എൻ്റെ കഷ്ടകാലം എല്ലാം മാറി. അപ്പോൾ 1500 ശമ്പളം കിട്ടുന്നവൻ പറയുക, എനിക്കും ആണേ ഇങ്ങനെ എനിക്കണം, ഞാനും പള്ളിക്കൂടത്തിൽ പോയതാ, അവനും പള്ളിക്കൂടത്തിൽ പോയാ, എനിക്ക് ഗുണമില്ല അവന് ഗുണമുണ്ടായി. ഇരുന്ന് വഴി നോക്കണം. ചിലരങ്ങ് തല്ലിക്കൊല്ലാനായിട്ട് കമ്പം കൊണ്ട് നടക്കുക. ചിലരടുക്ക് ഇരുന്നാലേ അവർ യോഗം കഴിയുന്നതിന് മുമ്പേ കൊന്നേച്ചേ വിടും. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ബലഹീനനാകുമ്പോൾ നമ്മൾ ഇതുവരെ തകരാത്ത തന്നെ. ഈ ദൈവമക്കളൊന്നും വലുതായിട്ട് ആത്മഹത്യ ചെയ്തതായിട്ടൊന്നും കേൾക്കുന്നില്ല. വളരെ റയറായിട്ട് ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. അത് പേരുകൊണ്ട് ദൈവമക്കളാണ്. യഥാർത്ഥ ദൈവമക്കൾ ആരും ആത്മഹത്യയെക്കുറിച്ച് ഒരു കാലത്തും ചിന്തിക്കുകയില്ല. അതെന്നാ ബൈബിള് പഠിച്ച ഇത് ചിന്തിക്കാൻ പറ്റുകയില്ല. കാര്യം കടം ഉള്ളവനായ ആത്മഹത്യ ചെയ്യുന്ന കടത്തിന് വഴി വേറെയാ, മാനസിക പ്രശ്നത്തിൻ്റെ വഴി വേറെയാ. ഞാൻ നിങ്ങളോട് പറയാം, ആരും നിന്നെ തോപ്പിക്കാൻ വഴി അടച്ചാലും നിന്റെ വഴി അടയുകയില്ല. നിന്റെ കണക്ഷൻ ദൈവവുമായിട്ടാ. ഉറപ്പുണ്ടേ ഒരു ആമീൻ പറ, ഉറപ്പുണ്ടേ ആമീൻ പറ. നിന്റെ ബലഹീനതയിൽ ഈ ശക്തി തികഞ്ഞു വരിക. എത്ര പേര് ആമീൻ പറയും? അപ്പൊ എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണം. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണം. എല്ലാവരും കൂടെ പറഞ്ഞ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണം. അടുത്തിരിക്കുന്ന ആൾക്ക് നോക്കി വെച്ചോ, ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ.
അതിന് പഴയ നിയമത്തിലെ ചില പദങ്ങൾ എല്ലാം ഒന്നും പറയാൻ നേരമില്ല. 1-2 ചെറിയ പദങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാം വാക്യം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. ഈ പഴയ നിയമത്തിലൊക്കെ ഇങ്ങോട്ട് നോക്കി, ദൈവം എവിടെ ഇറങ്ങിയാലും അതിനു മുമ്പ് ദൈവത്തിൻ്റെ തേജസ് അവിടെ ആവസിക്കും. ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് ഞാൻ വരുമ്പോൾ എവിടെ ദൈവം ഇറങ്ങിയാലും അവിടെ എന്തോ ഉണ്ടാവും? ദൈവത്തിൻ്റെ തേജസ് അക്ഷരീക കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേലും തേജസ് ഉണ്ട്, മിക്കവാറും എല്ലാവരുടെ മേലും തേജസ് ഉണ്ട്. പക്ഷെ അത് കാണാൻ നമ്മുടെ അക്ഷരീക കണ്ണിന് കഴിയത്തില്ല. കാര്യം പഴയ നിയമം മുഴുവൻ നിഴലാണ്. പഴയ നിയമത്തിൽ ഭൂമി വായു പിളർന്ന് വിഴുങ്ങുന്ന കാണത്തില്ലയോ? പുതിയ നിയമത്തിൽ കാണാൻ പറ്റത്തില്ല, വിഴുങ്ങുന്നുണ്ട് ഇപ്പോഴും ഉണ്ട്, മിണ്ടുന്നില്ല, പക്ഷെ കാണാൻ പറ്റുന്നില്ല. പഴയ നിയമത്തിലെ ആലയത്തിൽ മേഘം, നിങ്ങൾ ശ്രദ്ധിച്ചു ആ വാക്യം ഒന്ന് വായിച്ചു, അതിൻ്റെ താഴോട്ടൂടെ വായിക്കുന്നത് അപ്പം മനസ്സിലാവും. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. അടുത്തത്, മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. മോശയ്ക്ക് അകത്ത് കയറാൻ വയ്യാത്ത പോലെ ദൈവ തേജസ് അവിടെ ഇറങ്ങി. ആവസിക്കുക എന്ന പദമായി തേജസ് എവിടെ എന്ത് ചെയ്തു? എനിക്കെന്തോ ദൈവ ദൂത് പറയാം, ചില വീടുകളെ ഈ തേജസ് മൂടാൻ പോവുക. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം കംപ്ലീറ്റ് ചേഞ്ച് ആകാൻ പോവുക. സാത്താൻ ഉണ്ടാക്കിയ സിറ്റുവേഷൻ പൊട്ടാൻ പോവുക. മന്ത്രവാദി ആവിഷ്കരിച്ച നിഗൂഢ പദ്ധതികൾ പൊട്ടാൻ പോവുക. നിന്റെ വീടിനെ കോലാഹലത്തിൽ എത്തിക്കുന്ന ആ ദുരാത്മാവ് നിന്റെ വീട്ടിൽ നിന്ന് വിട്ടുപോകും.